ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു കുഞ്ഞീസ് ക്ലാസ്. നമ്മൾ CBSE 6th സ്റ്റാൻഡേർഡിൻ്റെ സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. ഇത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാൻ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിലെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇൻ ഡെപ്ത് ആയിട്ട് ലൈൻ ബൈ ലൈൻ ആയിട്ട് വായിച്ച് അതിൻ്റെ എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, റിവിഷൻ, ടെസ്റ്റ് പേപ്പർ അങ്ങനെയൊക്കെയുള്ള ഒരു ക്ലാസ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് ഇൻഡിവിജ്വൽ ആയിട്ടായിക്കോട്ടെ ഗ്രൂപ്പ് ആയിട്ടായിക്കോട്ടെ എങ്ങനെയുള്ള ക്ലാസ്സുകൾ വേണമെങ്കിലും നമ്മുടെ കുഞ്ഞീസ് ക്ലാസ്സിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ട്യൂഷൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ ടൈം കളയാതെ നമുക്ക് നമ്മുടെ റിമൈനിങ് പോർഷൻസ് നോക്കാം അല്ലേ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, സയൻസ് ഈസ് ലൈക്ക് എ ജയന്റ് ആൻഡ് അൺഎൻഡിങ് ജിക്സോ പസിൽ. സയൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത അത്ര വലിയൊരു ജിക്സോ പസിലാണെന്നാണ് പറയുന്നത്. ജിക്സോ പസിൽ നമ്മളൊക്കെ കളിച്ചിട്ടുണ്ട് അല്ലേ. ചെറിയ പീസസ് ഇല്ലേ, ഓരോരോ പീസസ് എന്തെങ്കിലും ഒരു പിക്ചർ ആയിരിക്കാം. അപ്പോൾ എന്താണ് ആ ഒരു കാർട്ടൺ ബോക്സിൽ തന്നിരിക്കുന്നത്, ആ ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു പേപ്പറിൽ എന്ത് ഇമേജ് ആണോ തന്നിരിക്കുന്നത് അതേപോലെ നമ്മൾ ഈ ഓരോ പീസസ് അറേഞ്ച് ചെയ്തിട്ട് വലിയൊരു പസിൽ സോൾവ് ചെയ്യുക. അതാണ് ചിലപ്പം ഒരുപാട് പീസസ് കാണും. അതിപ്പം ഇറ്റ് ഡിപ്പെൻസ്, കുഞ്ഞു കുഞ്ഞു പീസസ് വരുന്നത് മുതൽ ഒരുപാട് പീസസ് വന്നിട്ട് വലിയൊരു ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാനും കുഞ്ഞായിരുന്നപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കസിൻ എനിക്ക് ഇതേപോലെ ഒരു ജിക്സോ പസിൽ തന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 1 month എടുത്തിട്ടാണ് ഞാൻ അതൊന്ന് സോൾവ് ചെയ്യുന്നത്. സോൾവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തെന്ന് അറിയോ, അത് ഞാൻ ഫുള്ള് ഫെവിക്കോളൊക്കെ തേച്ച് ഒരു കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു. എന്നിട്ട് അതിപ്പോഴും എൻ്റെ വീട്ടിൽ വോളിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അച്ഛനാണ് അത് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ആ ജിക്സോ പസിൽ കാണുമ്പോഴത്തേക്കും എൻ്റെ 1 month അധ്വാനമാണല്ലോ ആ കാണുന്നതെന്ന് ഇപ്പോഴും അതോടെ ഉണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ചെയ്തതാണ്. നിങ്ങളുടെ ഈ പ്രായത്തിൽ 6th or 5th അങ്ങനെ അങ്ങാണ്ട് പഠിക്കുമ്പോൾ ഞാൻ ചെയ്തതാണ് ആ ജിക്സോ പസിൽ. അതിപ്പോഴും എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ഈ സയൻസ് എന്ന് പറയുന്നത്. വലിയൊരു ജിക്സോ പസിലാണ്. ജിക്സോ പസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. എത്ര പേരാണ് ജിക്സോ പസിലൊക്കെ സോൾവ് ചെയ്തിരിക്കുന്നത്, എത്ര നാളുകൊണ്ടാണ് നിങ്ങൾ സോൾവ് ചെയ്തിരിക്കുന്നതെന്ന് അറിയണ്ടേ. അപ്പോൾ അത്രയും വലിയൊരു ജിക്സോ പസിലാണ് നമ്മുടെ സയൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഇങ്ങനത്തെ ഒരു അളവ് അല്ലെങ്കിൽ അത്ര വലുപ്പമേ ഉള്ളൂ. സയൻസ് എന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, അൺഎൻഡിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജിക്സോ പസിലാണ്. അതായത് പുതിയ പുതിയ ഡിസ്കവറീസ്, ഓരോരോ കണ്ടുപിടുത്തങ്ങൾ പുതിയതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങളും സത്യം പറഞ്ഞാൽ ഈ ജിക്സോ പസിലിലേക്ക് ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ വലിപ്പം ഇങ്ങനെ കൂടി കൂടി വരികയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും വലിയ ഒന്നാണ് ഈ സയൻസ് എന്ന് പറയുന്നത്. ഒരിക്കലും അവസാനിക്കത്തില്ല. ഈ സയൻസിലുള്ള ഇൻവെൻഷൻസും ഡിസ്കവറീസും ഒന്നും ഒരിക്കലും അവസാനിക്കാനായിട്ട് പോകുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട്. കാരണം ഡേ ടു ഡേ ലൈഫിൽ ഓരോരോ പ്രോബ്ലംസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക അല്ലേ. നമ്മുടെ മാറി വരുന്ന എൻവയോൺമെൻറ്റ്, അല്ലെങ്കിൽ ചൂട് കൂടുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ ഓരോ പ്രശ്നത്തിനുമുള്ള ഒരു പോംവഴി നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു സയൻറ്റിസ്റ്റുകൾ വേണം ഇനി വളർന്നു വന്നൊന്ന് കണ്ടുപിടിക്കാനായിട്ടല്ലേ. അപ്പം അങ്ങനെ ഒരുപാട് ഡിസ്കവറീസ് നമുക്ക് ചുറ്റും ഇനി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഓരോ പീസും ആഡ് ഓൺ ചെയ്ത് വരുമ്പോഴത്തേക്കിന് നമ്മുടെ സയൻസ് അത്ര വലുതായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അത്രയും ബിഗാണ് അല്ലെങ്കിൽ അത്രയും ജെയിൻ്റാണ് നമ്മുടെ ഈ സയൻസ് എന്ന് പറയുന്നത്. പിന്നെ ചില ഡിസ്കവറീസ് അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്കവറീസ് വരുമ്പോഴത്തേക്കിന് അത് മാറ്റിയിട്ട് ഈ പുതിയൊരു പീസ് ഓഫ് ജിക്സോ പസിൽ നമ്മൾ ആഡ് ചെയ്യും. അതേപോലെയാണ് എന്തെങ്കിലും ഒരു ഡിസ്കവറീസ് അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കുക, അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കാമെന്ന് പറ്റുകയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്തിട്ട് പിന്നെ ആ പുതിയൊരു ഡിസ്കവറി അതിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചേഞ്ചസ് ഓൾറെഡി നടന്ന ഡിസ്കവറീസിലുമുണ്ട്. അതേപോലെ തന്നെ പുതിയ പുതിയ ഡിസ്കവറീസും ഇങ്ങനെ ആഡ് ഓൺ ആവുകയാണ്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ബുക്ക് മൊത്തം വായിച്ച് തീരുമ്പോഴത്തേക്കിന് നമുക്ക് ഒരുപാട് ഐഡിയാസ് നമ്മുടെ മനസ്സിലേക്ക് വരും. ഓരോ ചാപ്റ്റർ വായിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ പുതിയ പുതിയ ഐഡിയാസ് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള ധാരാളം ഐഡിയാസ് നമ്മുടെ മനസ്സിലേക്ക് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഐഡിയാസ് വെച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. അത് ആക്ച്വലി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും.
അങ്ങനെ ഒരു കാര്യം കണ്ടെത്തി കഴിയുമ്പോഴത്തേക്കിന് എന്താ വീണ്ടും വീണ്ടും നമുക്ക് അങ്ങനെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ നടത്താനായിട്ട് തോന്നും അല്ലേ. ഒരു കാര്യം സക്സസ്ഫുൾ ആയി കഴിയുമ്പോഴത്തേക്കിന് പിന്നെയും പിന്നെയും നമുക്കതങ്ങനെ അതിലേക്ക് ഇറങ്ങി തിരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് ഐഡിയാസൊക്കെ കൊണ്ടുവന്ന് കുറേ കൂടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ചുകൂടെ നന്നായിട്ട് അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അതാണ് നമുക്ക് കൂടുതൽ ഡിസ്കവറീസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രചോദനം പോലും ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കാര്യം ഡിസ്കവർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് വരുന്നു. അപ്പം നമുക്ക് അങ്ങനെ റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എല്ലാ ഐഡിയാസും ഇൻ്റർ കണക്റ്റഡ് ആണെന്ന്. അതായത് ഒരു ഐഡിയ വന്ന് അത് ഡെവലപ്പ് ചെയ്ത് പോകുമ്പോഴായിരിക്കും വേറൊരു ഐഡിയ വരുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ഐഡിയാസും ഇൻ്റർ കണക്റ്റഡ് ആയിട്ടായി പോലും നമുക്ക് തോന്നും. അപ്പോൾ അതാണ് എന്തൊരു എക്സ്പെരിമെൻ്റ് നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിലും സയൻസിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ആ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും നമുക്ക് കൂടുതൽ കൂടുതൽ ഐഡിയാസും അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ടും കണ്ടെത്താനായിട്ടും ഒക്കെയുള്ള ആ ഒരു പ്രൊവോക്കേഷനുമാണ് നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു സയൻസ് പഠിക്കുന്നതിന് ഫസ്റ്റ് നമ്മുടെ പ്ലാനറ്റ് എർത്തിനെ കുറിച്ച് പഠിച്ചിട്ടാണ്. എർത്ത് എന്താണ് അല്ലെങ്കിൽ എർത്തിലെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ. അപ്പോൾ അതിലെന്താ സംഭവം എന്ന് ചോദിച്ചാൽ നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ എർത്തിലുണ്ട്. നമുക്ക് ഫുഡ് വേണം, അത് നമുക്ക് എർത്തിൽ നിന്ന് കിട്ടും. നമുക്ക് ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഓക്സിജൻ അല്ലേ, നമുക്ക് ബ്രീത്ത് ചെയ്യണം, വാട്ടർ വേണം. ഇതെല്ലാം ഈ ലൈഫ് സപ്പോർട്ടിങ് എല്ലാ എലമെൻസും നമുക്ക് നമ്മുടെ ഈ എർത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റും ഈ കാണുന്ന പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാം അല്ലേ. അത് മാത്രമാണ് നമുക്ക് ഇൻ റിട്ടേൺ ഈ എർത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം നമ്മുടെ ലൈഫ് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ എലമെൻസും നമുക്ക് ഈ എർത്തിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതിന് പകരം നമ്മൾ നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി എൻവയോൺമെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എർത്തിനെ കുറിച്ച് ഡീപ്പായിട്ട് പറയുകയാണെങ്കിൽ എന്തോരം ലൈഫ് ഫോംസ് ആണുള്ളത് അല്ലേ. ചെറിയ ചെറിയ പ്രാണികൾ, ഇൻസെക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ വലിയ വലിയ ആനിമൽസ്, പ്ലാന്റ്സ്, ട്രീസ്, എന്തോരം പൊക്കമുള്ള മരങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലൈഫ് ഫോംസ് ആണ്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അക്വാറ്റിക് ആനിമൽസ് ഒക്കെ ഒന്ന് നോക്കുകയാണെങ്കിലോ അക്വാറ്റിക് പ്ലാന്റ്സും ഉണ്ട്, ആനിമൽസും ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ ആനിമൽസ് അല്ലെങ്കിൽ ഓരോ പ്ലാന്റ്സ് വളരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ക്ലൈമറ്റ് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ സ്ഥലത്തെ ഭൂപ്രകൃതി ടോപ്പോഗ്രഫി ഒക്കെ അനുസരിച്ചിട്ട് അതങ്ങനെ മാറി മാറി വരും. ഓരോ പ്രദേശം ഇപ്പോൾ ഡ്രൈ റീജിയനിൽ മാത്രം വളരുന്ന ലൈഫ് ഫോംസ് ഉണ്ട്, അല്ലെങ്കിൽ ഓർഗാനിസംസ് ഉണ്ട്. തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് വേറെ രീതിയിൽ, അങ്ങനെ പല സാഹചര്യങ്ങളിലും പല രീതിയിലുള്ള ഓർഗാനിസംസ് ആണ് വളരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാൻ എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ. ചൂടുള്ള സ്ഥലത്ത് ഏത് ജീവിക്കൊക്കെ ജീവിക്കാൻ പറ്റും, തണുപ്പുള്ള സ്ഥലത്ത് ഏത് ജീവിക്കാണ് ജീവിക്കാൻ പറ്റുന്നത്, നമ്മുടെ നാടിൻ്റെ ക്ലൈമറ്റ് എന്താണ്, ഇവിടെ എങ്ങനത്തെയൊക്കെ വെജിറ്റേഷൻസ്, ഏതൊക്കെ പ്ലാന്റ്സ്, ഏതൊക്കെ ആനിമൽസിനാണ് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അല്ലേ, നല്ല അമേസിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അതൊക്കെ. പിന്നെ നല്ല രസമുള്ള വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാവേ. നമ്മൾ ഈ കാറ്റർപില്ലർ ബട്ടർഫ്ലൈ ആയി മാറുന്ന കണ്ടിട്ടുണ്ടല്ലേ. അത് കണ്ടിട്ടില്ലെങ്കിലും കൊക്കൂണിൽ നിന്ന് ഈ ബട്ടർഫ്ലൈ പുറത്തേക്ക് വരുന്നെങ്കിലും കണ്ടിട്ടുണ്ട് അല്ലേ. നല്ല രസമല്ലേ അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ്. അതേപോലെ തന്നെ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു തോടിൻ്റെ ഒക്കെ അടുത്ത് താമസിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. നമ്മൾ തവളയുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, ടാഡ്പോൾസ് എന്ന് പറയും. ആ ടാഡ്പോൾസ്, അപ്പോൾ ആ ടാഡ്പോൾസ് ഫ്രോഗായിട്ട് മാറുന്നത്, ഈ കാറ്റർപില്ലർ ബട്ടർഫ്ലൈ ആയി മാറുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റും നോക്കുകയാണെങ്കിൽ എന്തോരം ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. എന്തോരം ചേഞ്ചസ് ആണ് നമ്മുടെ ചുറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് ആണ് നടക്കുന്നത് നോക്കി. എന്ത് രസമാണ് അതൊക്കെ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ബോറടിക്കുമെന്നൊന്നും ആരും ഇനിയും പരാതിയൊന്നും പറയേണ്ട. അത്ര രസമായിട്ടാണ് നമ്മളിനി ഓരോരോ കാര്യങ്ങളും പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ഇതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫുഡിൻ്റെ കാര്യം. ആർക്കാ ഫുഡ് ഇഷ്ടമില്ലാത്ത അല്ലേ. ഏതാ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്. അപ്പം ഫേവറേറ്റ് ഫുഡൊക്കെ ഇപ്പോൾ മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. അമ്മ എന്തായിരിക്കും ഇപ്പോൾ കിച്ചണിൽ കുക്ക് ചെയ്ത് അങ്ങനത്തെ തോട്ട്സ് വരെ ഇപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടല്ലേ. അത്ര നമുക്ക് ഇൻട്രസ്റ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ് അല്ലേ. ഒരുപാട്
കൾച്ചറുള്ള ആളുകൾ താമസിക്കുന്ന, ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന, ഇവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് പോലെയൊക്കെ ഒന്ന് നോക്കിക്കേ. ഡ്രസ്സിങ് സ്റ്റൈല് ഡിഫറെൻ്റ് ആണ്, ലാംഗ്വേജ് ഡിഫറെൻ്റ് ആണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് ഡിഫറൻസസ് ഉള്ള അത്ര വലിയൊരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഒത്തിരി ഡിഫറൻസസ് വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫുഡ് ഐറ്റംസും. നമ്മുടെ കേരളത്തിൻ്റെ ഫുഡല്ല വേറെ ഇനി നോർത്തേൺ സ്റ്റേറ്റ്സിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ കിട്ടുന്നത്, അവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റംസ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ അവരെന്തുകൊണ്ടാണ് കുക്ക് ചെയ്യുന്നത് അതെല്ലാം ഇങ്ങനെ മാറി മാറി വരും അല്ലേ. അപ്പം അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് പോലും നമ്മുടെ ഈ രാജ്യത്തുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള കൾച്ചർ അല്ലെ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസസ് ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെയും ആ പ്രത്യേക ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് ക്യുസീൻസ് എന്ന്, കേട്ടോ, ക്യുസീൻസ്. അപ്പം നമ്മുടെ ഇന്ത്യൻ ക്യുസീൻസ് എന്നൊക്കെ ഇപ്പം അബ്രോഡൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും അവിടെ പറയാറുണ്ട് ക്യുസീൻസ് എന്ന്, ഇന്ത്യൻ ക്യുസീൻസ് എന്ന് പറയാറുണ്ട്. അതായത് നമ്മുടെ തനതായിട്ടുള്ള ഫുഡ് ഐറ്റംസ്. അപ്പം അങ്ങനെ ഓരോ ഫുഡ് ഐറ്റംസ് അതിപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കും, അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ്, എരിവാണോ മധുരമാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഈ ഓരോ ഫുഡ് ഐറ്റംസൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് ആ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഫുഡ് ഐറ്റംസിനെ കുറിച്ച് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പേജിൽ ഫസ്റ്റ് പാരഗ്രാഫ് നോക്കുകയാണെങ്കിലും നമുക്ക് ഇതേപോലെ ഫുഡ് പോലെ തന്നെ വളരെ നെസസറി ആയിട്ടുള്ള മറ്റൊരു എലമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്, വാട്ടർ നമുക്ക് ദാഹിക്കുമ്പോൾ നമ്മൾ കുടിക്കുന്നതിനപ്പുറം അല്ലാണ്ട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ഓരോ കാര്യങ്ങൾ കുക്കിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, വാഷിങ്ങിന് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്ത് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും വാട്ടർ ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്ത് പോലുമില്ല. അപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിലൈറ്റ്ഫുൾ സബ്സ്റ്റൻസ് ആയിട്ടാണ് വാട്ടറിനെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ മഴയൊക്കെ പെയ്തിട്ട് പഡിൽസ് ഉണ്ടാവത്തില്ലേ, വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കത്തില്ലേ. ഞാനൊക്കെ ആണെങ്കിൽ വെള്ളത്തിലേക്ക് ചാടാൻ വീട്ടിൽ സമ്മതിക്കത്തില്ലായിരുന്നില്ല കേട്ടോ, നല്ല വഴക്കും അറിയായിരുന്നു. നിങ്ങൾക്കും വഴക്കൊക്കെ കേൾക്കാറുണ്ട്, എന്നാലും ആ വഴക്കൊക്കെ പോട്ടെ സാരമില്ല, വെള്ളത്തിൽ ചാടുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം വഴക്കൊക്കെ കേൾക്കുമ്പം അത് പോത്തൊന്നുമില്ല. ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ചിലപ്പോൾ ചാടിയിട്ടുണ്ടായിരിക്കും. മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ചെറിയ ചെറിയ പഡിൽസ് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തേക്ക് എടുത്ത് ചാടാറുണ്ട്. ഞാനൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ പേപ്പർ എടുത്തിട്ട് ബോട്ട് ഉണ്ടാക്കിയിട്ട് ആ വെള്ളത്തിനകത്ത് അങ്ങനെ വിടുമായിരുന്നു. നല്ല രസമായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് പേപ്പർ അവിടെ ഇങ്ങനെ ഒഴുക്കി വിട്ടില്ലെങ്കിൽ പിന്നെ എനിക്കൊരു ആശ്വാസം കിട്ടത്തില്ല. അപ്പോൾ ഇനി മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ ചാടാത്ത പിള്ളേരാണെങ്കിലൊന്ന് വെള്ളത്തിൽ ചാടി നോക്കണം. അല്ല ഇനി ഒത്തിരി വഴക്കൊക്കെ കേൾക്കുമെന്നാണെങ്കിൽ പോട്ടെ സാരമില്ല, എന്നെ പോലെ പേപ്പർ ബോട്ടൊക്കെ ഉണ്ടാക്കി വിട്ടാൽ മതി കേട്ടോ, നല്ല രസമായിരിക്കും. അപ്പം വെള്ളം കൊണ്ട് അങ്ങനെ നമുക്കങ്ങനെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അല്ലാണ്ട് നമുക്ക് ഈ വാട്ടർ ഇല്ലാണ്ട് ജീവിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു യൂസും വാട്ടറിന് ഉണ്ട്. അതേപോലെ തന്നെ വാട്ടർ ഫ്രീസ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. വാട്ടർ ഫ്രീസ് ആയിട്ട് ഐസ് കട്ടയായിട്ട് മാറുന്നത്, ഐസ് ക്യൂബ്സ് ആയിട്ട് മാറുന്നത്. നമ്മൾ വെള്ളം എടുക്കുക, ഐസ് ക്യൂബിൻ്റെ ട്രേക്കകത്തേക്ക് ഒഴിച്ചിട്ട് വെക്കുക. പിന്നെ ഈ ചൂടൊക്കെ ആയിരുന്നല്ലോ, ഇപ്പോൾ കഴിഞ്ഞ 2 മാസങ്ങളിൽ നമുക്ക് ടാങ്ക് ഉണ്ടാക്കണം, പിന്നെന്താ രസ്ന, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് വേണമായിരുന്നു അല്ലേ. അല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ചുമ്മാ ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് കളിക്കാനായിട്ടും എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ എപ്പോഴേലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് വാട്ടർ ഇങ്ങനെ ഐസ് ക്യൂബ് ആകുന്നത്? അങ്ങനെ ചിന്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഒരു ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്ന എല്ലാം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വാട്ടർ ഫ്രീസ് ആവുന്നു. അതേപോലെ തന്നെ അമ്മമാരൊക്കെ വാട്ടർ ബോയിൽ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ. ബോയിൽ ആവുമ്പോഴത്തേക്കിന് അത് ഇവാപ്പറേറ്റ് ചെയ്ത് വാട്ടർ വേപ്പറായിട്ട് മുകളിലേക്ക് പൊങ്ങിപ്പോകുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ. അതാണ് സ്റ്റീം എന്ന് പറയുന്നത്. ആവിയായിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ അതിന് നല്ല ചൂടാണ് കേട്ടോ. ആരും അവിടെ കൈയൊന്നും കൊണ്ട് വെച്ച് നോക്കരുത്, ജസ്റ്റ് ഇങ്ങനെ മാറി ഒന്ന് ഒബ്സർവ് ചെയ്താൽ മാത്രം മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സമ്മർ സീസൺ ആകുമ്പോഴത്തേക്കിന് തണുത്ത വെള്ളം കുടിക്കാനും തണുത്ത വെള്ളത്തിൽ കുളിക്കാനും ഒക്കെയാണ് ഇഷ്ടം. വിൻ്റർ സീസൺ ആയി കഴിയുമ്പോഴത്തേക്കിന് നേരെ ഓപ്പോസിറ്റ്, ചൂടുവെള്ളം കുടിക്കാനും ചൂടുവെള്ളത്തിൽ കുളിക്കാനും ഒക്കെയാണ് ഇഷ്ടം. പിന്നെ തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ചില ആളുകളുണ്ട് ഇവിടെ, എനിക്ക് അവരെ അറിയാം കേട്ടോ. അപ്പം അങ്ങനെ തണുപ്പാണോ ചൂടാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാകുന്നു? അല്ലെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, പനി വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടത്തില്ലേ, നമുക്ക് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല ചൂട് ഫീൽ ആകും അല്ലേ. അപ്പം അങ്ങനെ ആ
ഫീവറിൻ്റെ ടൈമിൽ എന്തുകൊണ്ട് ബോഡി ടെമ്പറേച്ചർ കൂടുന്നു. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് തിങ്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക.